നമസ്കാരം. തദ്ദേശകം വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ബാലകൃഷ്ണൻ. ആദ്യം പ്രാദേശികം. പ്രധാന വാർത്തകൾ. വെള്ളായണി കായലിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും മന്ത്രി എം.വി. രാജേഷ്. വിജ്ഞാന കേരളം പദ്ധതി സംസ്ഥാനതല പരിശീലനം ആദ്യ ബാച്ച് മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് കിലയിൽ ഉദ്ഘാടനം ചെയ്തു. കാനാമ്പുഴ പുനരുജ്ജീവന പദ്ധതിയുടെ ആദ്യഘട്ടം ഡിസംബർ 26-ന് മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കും. എറണാകുളം ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന സൂര്യപ്രഭ സൗരോർജ്ജ പദ്ധതി ഐമുറി കുന്നുമേൽ സ്കൂളിൽ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ദേശീയതലത്തിൽ നൽകിവരുന്ന ജൽ പ്രഹരി സമ്മാൻ കില ഡയറക്ടർ ജനറലും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മിഷൻ സ്റ്റേറ്റ് ഡയറക്ടറുമായ എ നിസാമുദ്ദീൻ IAS-ന്. വെള്ളായണി കായലിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും മന്ത്രി എം.വി. രാജേഷ്. ഹരിത കേരളം മിഷന്റെ ഭാഗമായി ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ആദ്യഘട്ട പ്രവർത്തനത്തിന് 64 കോടി രൂപയുടെ സാങ്കേതിക അനുമതി നൽകി. 1,50,000 ക്യൂബിക് മീറ്റർ ചെളി നീക്കം ചെയ്ത് കായലിന്റെ വാഹകശേഷി വർദ്ധിപ്പിക്കും. കായൽ സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണവും ഇതോടൊപ്പം നടക്കുന്നുണ്ട്. പ്രാരംഭ പ്രവർത്തനമായ ഹൈഡ്രോഗ്രാഫിക് സർവേ സംസ്ഥാന ഹൈഡ്രോഗ്രാഫിക് സർവേ വിഭാഗം പൂർത്തീകരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നീർച്ചാലുകൾക്ക് വേനൽക്കാല ജലലഭ്യത ഉറപ്പാക്കുന്നതിനായി ജലം ഒഴുകി വരുന്ന മുഴുവൻ കൈവഴികളും മാലിന്യമുക്തമാക്കി വാഹകശേഷി കൂട്ടി പുനരുജ്ജീവിപ്പിക്കും. അതോടൊപ്പം പ്രധാന നീർച്ചാലിൻ്റെയും സ്വാഭാവികമായുള്ള ആഴവും വീതിയുമൊക്കെ വീണ്ടെടുക്കുകയും സാധ്യമായ ഇടങ്ങളിൽ ജലസംഭരണത്തിന് സഹായകരമായ നിർമ്മിതികൾ ഉറപ്പാക്കുകയും ചെയ്യും. നവകേരളം കർമ്മപദ്ധതി കോർഡിനേറ്റർ TN സീമയും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സംസ്ഥാന സർക്കാരിൻ്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനതല പരിശീലനം ആദ്യ ബാച്ചിന് കിലയിൽ തുടക്കമായി. കിലയുടെ തൃശൂർ ആസ്ഥാനത്ത് നടന്ന ത്രിദിന പരിശീലനം മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. കേരള നോളജ് ഇക്കോണമി മിഷൻ ഡയറക്ടർ PS ശ്രീകല, കോഴ്സ് ഡയറക്ടർമാരായ കില സീനിയർ അർബൻ ഫെലോ ഡോക്ടർ K രാജേഷ് എന്നിവർ സംസാരിച്ചു. കിലയും കേരള നോളജ് ഇക്കോണമി മിഷനും സംയുക്തമായാണ് പരിശീലനങ്ങൾ സംഘടിപ്പിക്കുന്നത്. പ്രാദേശിക തലങ്ങളിൽ ജോബ് സ്റ്റേഷനുകൾ രൂപീകരിച്ച് തൊഴിൽ രഹിതരുടെ രജിസ്ട്രേഷൻ, സ്കിൽ വിടവുകൾ കണ്ടെത്തൽ, ജോലികൾ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവരെ പിന്തുണയ്ക്കൽ, തൊഴിലന്വേഷകരെ തൊഴിൽദായകരുമായി ബന്ധിപ്പിക്കൽ എന്നീ പ്രവർത്തനങ്ങൾ നടത്തും. സംസ്ഥാനത്തെ ആദ്യ നദി പുനരുജ്ജീവന പദ്ധതിയായ കാനാമ്പുഴ പദ്ധതിയുടെ ഒന്നാം ഘട്ടം ഡിസംബർ 26-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിപുലമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ ഹരിത കേരളം മിഷൻ ഓഫീസിൽ രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗം തീരുമാനിച്ചു. പദ്ധതി കൺവീനർ N ചന്ദ്രൻ കരട് രേഖ അവതരിപ്പിച്ചു. ഹരിത കേരളം മിഷൻ സംസ്ഥാന അസിസ്റ്റന്റ് കോർഡിനേറ്റർ TP സുധാകരൻ റിപ്പോർട്ട് സമർപ്പിച്ചു. അവലോകന യോഗത്തിൽ കണ്ണൂർ കോർപ്പറേഷൻ നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിയാദ് തങ്ങൾ, കൗൺസിലർമാർ, ഹരിത കേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ EK സോമശേഖരൻ, മേജർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിബു ജോർജ്, കുടുംബശ്രീ മിഷൻ ജില്ലാ കോർഡിനേറ്റർ MV ജയൻ, ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സജിനി O, മണ്ണ് സംരക്ഷണ വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സണ്ണി PJ, കാനാമ്പുഴ പുനരുജ്ജീവന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. എറണാകുളം ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന സൂര്യപ്രഭ പദ്ധതിയുടെ ഭാഗമായി ഐമുറി കുന്നുമേൽ സ്കൂളിൽ സൗരോർജ്ജ പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി P രാജീവ് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള 58 സ്കൂളുകളും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാക്കുന്ന പദ്ധതിയാണ് ഇത്. എൽദോസ് കുന്നപ്പള്ളി MLA ആശംസ അർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാ മോഹൻ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ദേശീയതലത്തിൽ നൽകിവരുന്ന ജൽ പ്രഹരി സമ്മാൻ കില ഡയറക്ടർ ജനറലും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മിഷൻ സ്റ്റേറ്റ് ഡയറക്ടറുമായ എ നിസാമുദ്ദീൻ IAS-ന്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മിഷൻ സ്റ്റേറ്റ് ഡയറക്ടർ എന്ന നിലയിൽ നടത്തിയ ജലസംരക്ഷണ പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിന് പുരസ്കാരം നേടിക്കൊടുത്തത്. ഡൽഹിയിൽ കസ്തൂർബ ഗാന്ധി മാർഗിലെ ന്യൂ മഹാരാഷ്ട്ര സദനിൽ ഈ മാസം 18-ന് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. പഞ്ചായത്ത് ലേണിംഗ് സെൻ്ററുകളുടെ വികസനം ലക്ഷ്യമിട്ട് കിലയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. 19ഓളം ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുള്ള പ്രസിഡന്റുമാർ ശില്പശാലയിൽ പങ്കെടുത്തു. തൃശൂർ കില ആസ്ഥാനത്ത് സംഘടിപ്പിച്ച ശില്പശാലയിൽ കില ഡയറക്ടർ ജനറൽ എ നിസാമുദ്ദീൻ IAS പ്രസിഡന്റുമാരെ അഭിസംബോധന ചെയ്തു. രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാന്റെ ഭാഗമായി കിലയുടെ നേതൃത്വത്തിൽ
സംസ്ഥാന വ്യാപകമായി വിവിധ തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ചായിരുന്നു പഞ്ചായത്ത് ലേണിംഗ് സെൻ്ററുകൾക്ക് തുടക്കമിട്ടത്. വിജയകരമായി പ്രവർത്തിച്ചു വരുന്ന പഞ്ചായത്ത് ലേണിംഗ് സെൻ്ററുകൾ തമ്മിലുള്ള സഹകരണം വളർത്തുകയും അറിവ് പങ്കിടുകയും സുസ്ഥിര വികസനം മെച്ചപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു ശില്പശാല സംഘടിപ്പിച്ചത്. കോഴിക്കോട് ജില്ലയെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടപ്പിലാക്കേണ്ട അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളുടെ ആസൂത്രണ ശില്പശാല സംഘടിപ്പിച്ചു. കോഴിക്കോട് SK പൊറ്റേക്കാട് ഹാളിൽ നടന്ന ശില്പശാല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്തിലെയും അതിന് കീഴിൽ വരുന്ന പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനെക്കുറിച്ച് ഹരിതകേരളം മിഷൻ കോർഡിനേറ്റർ PT പ്രസാദ് സംസാരിച്ചു. ജൈവമാലിന്യം, അജൈവ മാലിന്യം, സ്പെഷ്യൽ വേസ്റ്റ് എന്നീ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസുകളെടുത്തു. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൻ്റെ ഭാഗമായി ജലസമൃദ്ധ ഗ്രാമം എന്ന വിഷയാധിഷ്ഠിത ലക്ഷ്യം കൈവരിക്കുന്നതിന് കിലയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് കുന്നുമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ദ്വിദിന പരിശീലനം സംഘടിപ്പിച്ചു. കുന്നുമ്മൽ, തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ കീഴിൽ വരുന്ന ഗ്രാമപഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ, വർക്കിംഗ് ഗ്രൂപ്പ് കൺവീനർമാർ, ചെയർപേഴ്സൺമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിശീലനത്തിൽ പങ്കെടുത്തു. പഞ്ചായത്ത് വികസന സൂചികയും വിവര വിശകലനവും, ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ, ജല ബജറ്റ്, സുസ്ഥിര ജല മാനേജ്മെൻറ്റ്, സമഗ്ര ജലപരിപാലനം തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ കിലയുടെ റിസോഴ്സ് പേഴ്സൺമാരും തീമാറ്റിക് എക്സ്പേർട്ടുകളും ക്ലാസ് എടുത്തു. കുടുംബശ്രീ എറണാകുളം ജില്ലാതല ബഡ്സ് കലോത്സവം മൽഹാറിൻ്റെ സമാപന സമ്മേളനം കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ എറണാകുളം അസിസ്റ്റന്റ് കളക്ടർ അഞ്ജിത് സിംഗ് ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര താരം ബിനു അടിമാലി കലാപ്രതിഭകളെ ആദരിച്ചു. ചടങ്ങിൽ കാലടി പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി അധ്യക്ഷനായി. കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ KK ഗീതാകുമാരി, KDISC എക്സിക്യൂട്ടീവ് ഡയറക്ടർ റോബിൻ ടോമി എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. നേരത്തെ എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തിടൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. 44 സ്കൂളുകളിൽ നിന്ന് നൃത്ത സംഗീത രചനാ മത്സരങ്ങളിലായി 350 പരം കുട്ടികൾ പങ്കെടുത്തു. കോട്ടയം ജില്ലയിലെ ആദ്യത്തെ കുടുംബശ്രീ പ്രീമിയം കഫേ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ആലോചനാ യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്നു. പ്രസിഡന്റിന്റെ ചേംബറിൽ ചേർന്ന ആലോചനാ യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ്, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി PS ഷിനോ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിലാഷ് ദിവാകർ, ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ജോഷി ജോസഫ്, കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ ജോബി ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. മുന്തിയ റെസ്റ്റോറൻറ്റുകൾക്ക് തുല്യമായ സൗകര്യങ്ങൾ ഒരുക്കിയാണ് കുടുംബശ്രീ പ്രീമിയം കഫേകൾ പ്രവർത്തിക്കുന്നത്. കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ ജൈവ കൃഷിയിലൂടെ എല്ലാ വീടുകളിലും വിഷമുക്ത പച്ചക്കറി ഉത്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച അഗ്രി ന്യൂട്രി ഗാർഡൻ പദ്ധതി മന്ത്രി OR കേളു ഉദ്ഘാടനം ചെയ്തു. ജൈവ കാർഷിക ഉദ്യാനങ്ങൾ വളർത്തിയെടുക്കുന്നതിലൂടെ പോഷക സമൃദ്ധവും ആരോഗ്യവുമുള്ള സമൂഹത്തെ സൃഷ്ടിക്കുകയാണ് പദ്ധതി ലക്ഷ്യം. ജില്ലയിലെ 413 വാർഡുകളിലായി 7847 വീടുകൾ കേന്ദ്രീകരിച്ച് 235 ഏക്കറിലധികം ഭൂമിയിൽ പദ്ധതിയിലൂടെ ജൈവ കൃഷി സാധ്യമാക്കും. അമ്പലവയൽ ആണ്ടൂരിൽ നടന്ന പരിപാടിയിൽ അമ്പലവയൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹഫ്സത്ത് അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീതാ വിജയൻ, അമ്പലവയൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K ഷമീർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെസി ജോർജ് എന്നിവർ സംസാരിച്ചു. ഹരിത സമൃദ്ധി ക്യാമ്പയിൻ്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം 1981.04 ഹെക്ടറിലായി കുടുംബശ്രീയുടെ ശീതകാല പച്ചക്കറി കൃഷി സജീവമാകുന്നു. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഒക്ടോബറിൽ ആരംഭിച്ചതാണ് ഹരിത സമൃദ്ധി ശീതകാല പച്ചക്കറി കൃഷി ക്യാമ്പയിൻ. പ്രാദേശിക തലത്തിൽ ശീതകാല പച്ചക്കറി കൃഷിക്ക് പ്രോത്സാഹനം നൽകുന്നതിനൊപ്പം കർഷകരുടെ വരുമാന വർധനവും പോഷകാഹാര ലഭ്യതയും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. ജനുവരി വരെയാണ് ക്യാമ്പയിൻ. ക്യാരറ്റ്, മുള്ളങ്കി, കോളിഫ്ലവർ, കാബേജ് തുടങ്ങിയ ശീതകാല വിളകൾക്കൊപ്പം വിവിധ വെള്ളരി വർഗ്ഗങ്ങൾ, പയർ, വെണ്ട, തക്കാളി, വഴുതന, ചീര, മുളക്, തണ്ണിമത്തൻ എന്നിവയും കൃഷി ചെയ്യുന്നുണ്ട്. കുറവിലങ്ങാട് സെയിൻറ് മേരീസ് ബോയ്സ് ഹൈസ്കൂളിൽ ഹൈടെക് പാചകപ്പുരയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു നിർവഹിച്ചു. ചടങ്ങിൽ ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PC കുര്യൻ അധ്യക്ഷത വഹിച്ചു. 20 ലക്ഷം രൂപ ചെലവിൽ ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്താണ് നിർമ്മാണം നടത്തിയത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായി മികച്ച തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് സംഘടിപ്പിക്കുന്ന വിജ്ഞാന ആലപ്പുഴ പദ്ധതിക്ക് തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന വിജ്ഞാന ആലപ്പുഴ പദ്ധതിയുടെ റിസോഴ്സ് പേഴ്സൺമാർക്കുള്ള പരിശീലന പരിപാടി
മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. ജനുവരിയിൽ നടത്തുന്ന തൊഴിൽ മേളയിലൂടെ 5000 പേർക്ക് തൊഴിൽ നൽകാനാണ് ലക്ഷ്യമിടുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി അധ്യക്ഷയായി. H. സലാം MLA പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, അംഗങ്ങൾ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി KR ദേവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് സുരക്ഷാ പ്രൊജക്ടിന് സംസ്ഥാന സർക്കാർ പുരസ്കാരം. സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ മികച്ച സുരക്ഷാ പ്രൊജക്ടിനുള്ള പുരസ്കാരം മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്. 2023-24 കാലഘട്ടത്തിൽ HIV നിയന്ത്രണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കുള്ള മികവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പുരസ്കാരം. രാജ്യത്ത് ആദ്യമായി ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നടപ്പിലാക്കിയ ടാർഗറ്റഡ് ഇൻ്റർവെൻഷൻ പദ്ധതിയാണ് ഇത്. ലോക എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് ഡിസംബർ 1 തൃശൂർ ടൗൺ ഹാളിൽ നടന്ന സംസ്ഥാനതല എയ്ഡ്സ് ദിനാചരണ പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ റവന്യൂ വകുപ്പ് മന്ത്രി K. രാജനിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി S. ബിജു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ്, സുരക്ഷാ പ്രോജക്ട് കോർഡിനേറ്റർ ഹമീദ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കോട്ടയം ജില്ലാ പഞ്ചായത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംസ്ഥാന യുവജനക്ഷേമ ബോർഡിൻ്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ജില്ലാതല കേരളോത്സവം സംഘാടക സമിതി രൂപീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദുവിൻ്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റിൻ്റെ ചേംബറിൽ ചേർന്ന യോഗത്തിലാണ് സംഘാടക സമിതി രൂപീകരിച്ചത്. ഡിസംബർ 21-22 തീയതികളിലായാണ് കോട്ടയത്ത് കേരളോത്സവം നടത്തുക. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു സംഘാടക സമിതി ചെയർമാനും സെക്രട്ടറി PS ഷിനോ ജനറൽ കൺവീനറും ജില്ലയിലെ MP മാർ, MLA മാർ, ജില്ലാ കളക്ടർ എന്നിവർ രക്ഷാധികാരികളുമായാണ് സംഘാടക സമിതി. 65 ഇനങ്ങളിലാണ് കേരളോത്സവത്തിൽ ഇക്കുറി കലാമത്സരങ്ങൾ അരങ്ങേറുക. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി, സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി തുടങ്ങിയവർ പങ്കെടുത്തു. പാലക്കാട് ജില്ലയുടെ സുസ്ഥിര വികസനം ലക്ഷ്യമാക്കിയുള്ള ജില്ലാ പദ്ധതി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനാ യോഗം ചേർന്നു. കൊടുമ്പ് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ ഉദ്ഘാടനം ചെയ്തു. മണ്ണ്, ജലസംരക്ഷണം, വിദ്യാഭ്യാസം, തൊഴിൽ എന്നിങ്ങനെ വ്യത്യസ്തമായ എല്ലാ തലങ്ങളെയും സ്പർശിച്ചുകൊണ്ട് ദീർഘകാല വികസനം ലക്ഷ്യമാക്കിയാണ് പദ്ധതി രൂപീകരണം നടത്തുന്നത്. ജില്ലാ പ്ലാനിംഗ് ഓഫീസിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ചാമുണ്ണി, കൊടുമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R. ധനരാജ്, ജില്ലാ ആസൂത്രണ സമിതി അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. ജലത്തിൻ്റെ ഗുണനിലവാര പരിശോധന ക്യാമ്പസിൽ അവസരമൊരുക്കി എറണാകുളം ജില്ലയിലെ കരുമാലൂർ FM സിറ്റി ഹയർ സെക്കൻഡറി സ്കൂൾ. കരുമാലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലത ലാലു ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ അലക്സ് കരീമാടം അധ്യക്ഷനായി. ചടങ്ങിൽ ഹരിത കേരളം മിഷൻ റിസോഴ്സ് പേഴ്സൺ TS ദീപു മുഖ്യപ്രഭാഷണം നടത്തി. പൊതുജനങ്ങൾക്ക് തങ്ങളുടെ കിണർ വെള്ളത്തിൻ്റെ സാമ്പിൾ സ്കൂളുകളിലെ ലാബിൽ നേരിട്ടെത്തിച്ച് ഗുണനിലവാര പരിശോധന നടത്താനാവും. ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ കെമിസ്ട്രി ലാബുകൾ പ്രയോജനപ്പെടുത്തി ഹരിത കേരളം മിഷൻ്റെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. പ്രിൻസിപ്പൽ പീറ്റർ ജോൺ, ഹെഡ്മിസ്റ്റേഴ്സ് ജിഷ വർഗീസ്, PTA പ്രസിഡന്റ് പോളി കളപ്പറമ്പത്ത്, ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലെ KSRTC ഡിപ്പോകളിൽ ശുചീകരണം. മലപ്പുറം KSRTC ബസ് സ്റ്റാൻഡ് ശുചീകരണം മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൗൺസിലർ ഷബീർ അധ്യക്ഷനായി. നിലമ്പൂർ ഡിപ്പോയിൽ നടന്ന ശുചീകരണ പ്രവൃത്തികൾ ചെയർമാൻ മാട്ടുമ്മൽ സലീം നേതൃത്വം നൽകി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാട് റഹീം അധ്യക്ഷത വഹിച്ചു. പൊന്നാനി KSRTC ബസ് സ്റ്റാൻഡ് ശുചീകരണം മുനിസിപ്പൽ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ MK അനസ് അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ ഗോപാലകൃഷ്ണൻ നേതൃത്വം നൽകി. കാസർഗോഡ് നഗരസഭയുമായി ചേർന്ന് കാസർഗോഡ് KSRTC ബസ് സ്റ്റാൻഡ് ഡിപ്പോയിൽ മെഗാ ശുചീകരണം നടത്തി. കാസർഗോഡ് മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ KTP മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ഹരിത കേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ K. ബാലകൃഷ്ണൻ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച മാച്ചിറക്കുളം വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CP അനിത അധ്യക്ഷയായി. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് എഞ്ചിനീയർ ബെറോണി ജോസഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ലോഹിതാക്ഷൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ചന്ദ്രൻ കല്ലാട്ട്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രാദേശികം അവസാനിക്കുന്നു. ഇനി നേർക്കാഴ്ച. സ്വയം പര്യാപ്തമായ ഇൻഫ്രാസ്ട്രക്ചർ മാതൃകയുള്ള മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വിശേഷങ്ങൾ കാണാം.
2017-18 ആരംഭിച്ച് 2021-22 പ്രവൃത്തി പൂർത്തീകരിച്ച ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടം KURDFC ലോണും പഞ്ചായത്ത് വികസന ഫണ്ടും ഉപയോഗിച്ച് നിർമ്മിച്ച 80 കടമുറികൾക്കും സർക്കാർ ഓഫീസുകളും ഉൾപ്പെടുന്ന കെട്ടിട സമുച്ചയം. മൺപാത്ര നിർമ്മാണം കുലത്തൊഴിലാക്കിയ 30ഓളം കുടുംബങ്ങൾ അധിവസിക്കുന്ന പ്രദേശത്തിന്റെ വികസനത്തിന്റെ ലക്ഷ്യപ്രാപ്തി. സ്റ്റേഡിയം അംഗനവാടി റോഡ്. പഞ്ചായത്തിന്റെ അതിർത്തിയോട് ചേർന്ന് വികസനമില്ലാതിരുന്ന പ്രദേശത്തിന്റെ ഉന്നമനം ലക്ഷ്യമാക്കി നിർമ്മിച്ച പന്തത്ത് കോളനി റോഡും കോവിലകമ്പടി റെയിൽവേ ലൈൻ റോഡും പൂർത്തിയായതോടുകൂടി മുഴുവൻ ഗ്രാമീണ റോഡുകളും ഗതാഗതയോഗ്യമാക്കിയ പഞ്ചായത്തായി മാറി മേലാറ്റൂർ. പുത്തൻകുളം പുള്ളിക്കുത്ത് അംഗനവാടി, പാറോക്കോട് അംഗനവാടി, മേലാറ്റൂർ മാതൃകാ അംഗനവാടി, ചെമ്മാണിയോട് അംഗനവാടി എന്നിവയുടെ പ്രവൃത്തി പൂർത്തീകരിച്ചതോടുകൂടി 27 അംഗനവാടികൾക്കും എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ സ്വന്തം കെട്ടിടം ഉറപ്പുവരുത്തുന്നതിന് പഞ്ചായത്തിന് സാധിച്ചു. വിദ്യാഭ്യാസ വകുപ്പിന്റെ ഫണ്ടും ഗ്രാമപഞ്ചായത്ത് റോഡിതര മെയിൻ്റനൻസ് ഫണ്ടും ഉപയോഗിച്ച് ആധുനിക സൗകര്യങ്ങളോടുകൂടി നിർമ്മാണം പൂർത്തീകരിച്ച ചെമ്മാണിയോട് GLPS സ്കൂൾ കെട്ടിടം. ആയുർവേദ ആശുപത്രിയെ വെൽനസ് സെൻ്ററാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി റോഡിതര മെയിൻ്റനൻസ് ഫണ്ട് ഉപയോഗിച്ച് നവീകരണം പൂർത്തീകരിച്ച മേലാറ്റൂർ ആയുർവേദ ആശുപത്രി. മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് കാർഷിക ജലസേചന ആവശ്യങ്ങൾ പരമാവധി നിറവേറ്റുന്നതിനായി പുളിയന്തോട്ടിൽ ബ്ലോക്ക് പഞ്ചായത്തുമായി ചേർന്ന് വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കിഴക്കുംപാടം ചിറയും പുളിയന്തോട് ചിറയും. മേലാറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ യുവതീ യുവാക്കളുടെ എക്കാലത്തെയും കായിക സ്വപ്നങ്ങളിലൊന്നായ മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് മിനി സ്റ്റേഡിയം നവീകരണം പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. പാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ സദ്ഭരണ പ്രവർത്തനങ്ങളിലൂടെ പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2021-22 സാമ്പത്തിക വർഷം വിവിധ മേഖലകളിൽ നൂതന ഇടപെടലുകൾക്ക് തുടക്കം കുറിച്ചു. പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന 4 ഗ്രാമപഞ്ചായത്തുകളിൽ ഭൂഗർഭ ജലവിധാനം ഉയർത്തുന്നതിന് ഉദ്ദേശിച്ചിട്ടുള്ള പദ്ധതിയാണ് നനവ്. കേരളത്തിൽ ആദ്യമായി തോട് സഭ എന്ന ആശയം അവതരിപ്പിച്ചിട്ടുള്ളത് പാനൂർ ബ്ലോക്ക് പഞ്ചായത്താണ്. കണ്ണൂർ ജില്ലാ കളക്ടർ S. ചന്ദ്രശേഖർ IAS പൊന്നം മേഖലയിൽ നടന്ന തോട് സഭ ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിലെ തോടുയാത്ര നടത്തിയും ഘോഷയാത്രകൾ സംഘടിപ്പിച്ചും ചിത്രകലാ ക്യാമ്പുകൾ നടത്തിയും ജനങ്ങളെ ബോധവൽക്കരണം നടത്തിയുള്ള കലാപരിപാടികൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ടാണ് നനവ് പദ്ധതി ജനഹൃദയങ്ങളിൽ എത്തിച്ചിട്ടുള്ളത്. നീരൊഴുക്ക് പ്രദേശങ്ങളിലൂടെ നടന്ന് കലാകാരന്മാർ ഒരുക്കിയ 20-ൽ പരം രചനകൾ കതിരൂർ ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിച്ചു. നനവ് പദ്ധതിയുടെ ഭാഗമായി ജലസംരക്ഷണത്തിന്റെ ആദ്യ പടിയായി നടത്തിയ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് കിണർ റീചാർജ്. മഠത്തിൽ കുളം നനവ് ജലസംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൊകേരി ഗ്രാമപഞ്ചായത്ത് കുളം നവീകരിക്കൽ പദ്ധതി തയ്യാറാക്കുകയും ബ്ലോക്ക് പഞ്ചായത്ത് 11,112,412 രൂപ വിഹിതം നൽകുകയും ചെയ്തു.
പരമ്പരാഗത ജലസ്രോതസ്സുകളെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി മോന്താൽ വയൽ, നടുവത്തോട്, ഏലത്ത് വയൽ, താഴേത്തോട് എന്നീ തോടുകളിൽ 2000 സ്ക്വയർ മീറ്റർ കയർഭൂവസ്ത്രം വിരിച്ച് സംരക്ഷിക്കുന്ന പ്രവർത്തനം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിക്കുകയുണ്ടായി. വർഷങ്ങളായി കാട് മൂടിക്കിടന്ന കുളങ്ങളും ചാടാലപ്പുഴയും തിരിച്ചു പിടിക്കുന്നതിന്റെ ഭാഗമായി ബ്ലോക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശുചീകരണ പ്രവർത്തനം നടത്തി. കാടെടുത്ത പുഴയെ നനവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീണ്ടെടുത്തു. ഒഴുക്ക് നിലച്ചത് കാരണം ഇരുകരകളിലെയും വീടുകൾ വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നത് ഇല്ലാതാക്കാനും കഴിഞ്ഞു. പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ 2021-22 സാമ്പത്തിക വർഷത്തിൽ ആരംഭിച്ച ഒരു പരിപാടിയാണ് തൊഴിലിട ആരോഗ്യ പരിപാലന പദ്ധതി. വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടു പോകുന്ന ഈ പദ്ധതി കേരളത്തിൽ തന്നെ ആദ്യമായി നടപ്പിലാക്കപ്പെടുന്ന ഒരു പദ്ധതി കൂടിയാണ്. നമുക്കറിയാം, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലെ ജീവനക്കാർക്കും അതുപോലെ തന്നെ അതിലെ ജനപ്രതിനിധികൾക്കൊക്കെ തന്നെ വളരെ തിരക്ക് പിടിച്ച അവരുടെ ജീവിതത്തിനിടയിൽ അവർക്ക് അവരുടെ സ്വന്തം ആരോഗ്യത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു പരിശോധന നടത്തുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം രൂപപ്പെട്ടു വരാറില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ തൊഴിലിടത്ത് വെച്ച് തന്നെ എല്ലാവർക്കും അവരുടെ ആരോഗ്യ പരിപാലനത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റിംഗ് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഭരണസമിതി അംഗങ്ങളുടെ ഭാഗത്തു നിന്നും സഹകരണം ഉള്ളത് കൊണ്ട് തന്നെ കൃത്യമായി ഈ പദ്ധതി വർഷം മുഴുവൻ നടപ്പിലാക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. പുതിയ സാമ്പത്തിക വർഷത്തിലും ഈ പദ്ധതി തുടരണം എന്ന് തന്നെയാണ് ഭരണസമിതിയുടെ തീരുമാനം. ഒരു മാർഗനിർദ്ദേശം നൽകുന്ന ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു മാതൃകാ പദ്ധതി എന്ന നിലയിലാണ് പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഈ പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വ്യത്യസ്ത നൂതന ഇടപെടലുകൾക്കായി പുതിയ മേഖലകളിലേക്ക് സഞ്ചരിക്കുമെന്ന ആത്മവിശ്വാസം പകർന്നുകൊണ്ട് യാത്ര തുടരുകയാണ്. അടുത്തതായി നമുക്ക് സംസാരിക്കാം. കണ്ണൂർ ജില്ലയിലെ കോളയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റിജി എം ആണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. നമസ്കാരം. കണ്ണൂർ ജില്ലയിലെ കോളയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് എം റിജി. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്? നമ്മുടെ കോളയാട് പഞ്ചായത്തിനെ അപേക്ഷിച്ച് അതിദരിദ്ര നിർമ്മാർജ്ജന രംഗത്ത് മുന്നേ തന്നെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തി പോകുന്ന ആശ്രയ പദ്ധതി മാത്രമല്ല, അത്തരം ആളുകളെ ജാഗ്രതാ സമിതിയിലൂടെ കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം വരുന്ന പഞ്ചായത്ത് തന്നെയായിരുന്നു. ആ സമയത്താണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അതിദരിദ്ര നിർമ്മാർജ്ജന പദ്ധതി വന്നിട്ടുള്ളത്. അത് നമ്മുടെ പദ്ധതിക്ക് മുതൽക്കൂട്ടാവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഏറ്റെടുത്തപ്പോൾ നമുക്ക് 86 ആളുകളെയാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. 86 ആളുകളും എല്ലാവരും ആ രീതിയിൽ ആനുകൂല്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ വേണ്ടുന്നവരായിരുന്നു 86 ആളുകൾ. അതിൻ്റെ അകത്ത് അസുഖക്കാരെന്ന് പറയുന്ന കുറച്ച് ആളുകൾ, അല്ലെങ്കിൽ തീരെ ആരും എത്തിപ്പെടാത്ത, ആരായാലും ബന്ധപ്പെടാൻ സാധിക്കാത്ത 2-3 ആളുകളെ ഉണ്ടായിട്ടുള്ളൂ. അവർക്കൊക്കെ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് ഇപ്പോൾ ഡിസേബിൾഡ് ആയിട്ടുള്ള 2 ആളുകളായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ആ 2 പേർക്കും, ഒരാൾക്ക് കുട നിർമ്മാണം, പേപ്പർ പെൻ നിർമ്മാണം അങ്ങനെയൊക്കെ ചെയ്ത് അവരുടെ ഉപജീവനം നമ്മൾ തന്നെ അതൊക്കെ വാങ്ങിക്കൊണ്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ മാത്രമല്ല, ഓരോ വർഷവും തുടർ പ്രവർത്തനം പോലെ അവർക്ക് വേണ്ടുന്ന ബ്ലോക്ക് മുഖാന്തരം വീൽ ചെയറൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരിപ്പം സന്തുഷ്ടരാണെന്നുള്ളത് അറിയുന്നുണ്ട്. അതേ രീതിയിൽ തന്നെ മറ്റൊരാൾക്ക് പെട്ടിക്കട അവരുടെ ഉപജീവന മാർഗം എന്ന രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. കുട്ടികളെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും ഇല്ലാത്ത അമ്മമാരും മറ്റ് വീട്ടുകാരൊക്കെ നോക്കുന്ന 2-3 പിള്ളേരായിരുന്നു ഉള്ളത്. അവരെ ഒരു കുഞ്ഞിനെ ഹോസ്റ്റൽ ആക്കി പഠിപ്പിച്ചു, മറ്റു കുഞ്ഞിനെ അവരുടെ തന്നെ കുടുംബത്തിലെ ഗാർഡിയൻസിനെ വെച്ച് അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് നമ്മൾ പഞ്ചായത്ത് മുഖേന ഏർപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഭക്ഷണം വെച്ച് കഴിക്കാൻ സാധിക്കാത്ത 2 വീട്ടുകാരെ ആകെ ഉണ്ടായിട്ടുള്ളൂ. അതും കുടുംബ വീട്ടിൽ നിന്നൊക്കെ കഴിക്കുന്നുണ്ട്. അത് കുടുംബശ്രീ മുഖാന്തരം ഫണ്ട് കൊടുത്തുകൊണ്ട് നമ്മൾ
അതും പരിഹരിച്ചു. ഇപ്പോൾ നിലവിൽ ആധാർ കാർഡ്, ഐഡൻറ്റിറ്റി അത്തരത്തിലില്ലാത്ത അല്ലെങ്കിൽ റേഷൻ കാർഡ് ഇല്ലാത്ത അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇതിൽപ്പെട്ട ആളുകൾക്ക്. അവരുടെ കാര്യങ്ങളൊക്കെ ഇപ്പം പരിഹരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഒരാളുടെ മാത്രമാണ് BPL എന്നുള്ളത് AAY ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയും കൂടെ ഇപ്പം കൊടുത്തു. ഇനി അതും കൂടെ കംപ്ലീറ്റ് ആയാൽ നമ്മൾ അതിദരിദ്ര നിർമ്മാർജ്ജനത്തിലെ 1ാം ഘട്ടം കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ പറയാം. നമുക്കിപ്പോൾ അതിദരിദ്രർ ഇല്ല എന്ന് തന്നെ പറയാം. പൂർണ്ണമായി ഇപ്പോൾ തുടർന്ന് വരുന്ന ഈ പേഷ്യൻസിൻ്റെ ഒന്നും നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർ ഇപ്പം തുടർന്ന് പോകുന്നത് തന്നെയുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഡിസേബിൾഡ് ആയിട്ടുള്ളവർക്ക് നമ്മൾ കൊടുത്തുവെങ്കിലും അവരെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഘട്ടം വരുന്നുണ്ട്. നമ്മൾ കൊടുത്തു അവരെ അങ്ങ് വിട്ട് കളഞ്ഞിട്ടില്ല, ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊരാൾക്ക് വീടില്ലാത്തതുണ്ട്, അത് അവർക്കും ലൈഫിൽ വീട് കൊടുക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ തന്നെ പഞ്ചായത്തിൻ്റെ ഒരു സ്ഥലം അനുവാദ പത്രിക കൊടുത്ത് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ലൈഫിൽ റിക്വസ്റ്റ് കൊടുക്കണം. അത് എത്രയും പെട്ടെന്ന് അതിദരിദ്രത്തിലായതുകൊണ്ട് കിട്ടും. നമുക്ക് നമ്മുടെ പഞ്ചായത്തിനെ അപേക്ഷിച്ചിട്ട് ഏറ്റവും കൂടുതൽ കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വീട് 214ഓളം വീട് ഈ വർഷം ലൈഫിൽ അനുവദിച്ചതാണ് ഞങ്ങൾക്ക്. പക്ഷെ അതിൻ്റെ അകത്ത് 178 പേർക്ക് ഇപ്പോൾ നമ്മൾ എഗ്രിമെൻ്റ് ചെയ്ത് ഫണ്ട് ഏകദേശം തീരാനായി ഘട്ടത്തിലെത്തിയവരുണ്ട്. തീരാനായത് 17 പേരിട്ടും ഇപ്പം കംപ്ലീറ്റ് ആയ ആൾക്കാരുണ്ട്. ബാക്കി അതിദരിദ്രത്തിൽ ഈ പറഞ്ഞതുപോലെ 2 ആളുകൾക്ക് ഇതിൽപ്പെട്ട 2 ആളുകൾക്ക് വീട്, അവരുടെയും വീട് 3 പേരുടെ വീട് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ലാസ്റ്റ് ഇപ്പോൾ ഒരു എഗ്രിമെൻ്റ് വന്നിട്ടുണ്ടല്ലോ, അതിൻ്റെ എഗ്രിമെൻറ്റിൻ്റെ കാലാവധി ഉള്ളതുകൊണ്ട് അതും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ആ 3ൻ്റെ ഉദ്ഘാടനം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ കാർഷിക മേഖലയെ കുറിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് എത്രത്തോളം പ്രോത്സാഹനം കാർഷിക മേഖലയ്ക്ക് വേണ്ടിയിട്ട്? പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് പ്രോത്സാഹനമേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ തീർത്തും വനമേഖലയോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മൃഗങ്ങളുടെ വല്ലാത്ത രീതിയിലുള്ള ആക്രമണം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് എല്ലാ വാർഡുകളിലും ഇപ്പോൾ പച്ചക്കറി കൃഷിൻ്റെ ആയാലും തെങ്ങ് വിളേൻ്റെ ആയാലും തെങ്ങ് കൃഷിക്ക് സബ്സിഡി നൽകിക്കൊണ്ട് തുടർ പ്രവർത്തനമായിട്ട് പോവുകയാണ്. നമ്മൾ കയറിയ മുതലേ ഈ വർഷം വരെ തെങ്ങിന് ജൈവവളം എന്ന രീതിയിൽ ഇപ്പോൾ പദ്ധതി നടന്നുകൊണ്ടിരിക്കുന്നു. വാഴ കൃഷി ചെയ്യുന്നവർക്ക് സബ്സിഡി നൽകിക്കൊണ്ട് വാഴയ്ക്ക് വളം നൽകുന്നു. അതുപോലെ തന്നെ മൃഗസംരക്ഷണ മേഖലയിലായാലും നമ്മൾ ഈ കഴിഞ്ഞ വർഷം മാത്രമേ നിശ്ചിത ഫണ്ട്, അതിപ്പം ആളുകൾ കൂടിയതുകൊണ്ട് നിശ്ചിത ഫണ്ട് ഇങ്ങോട്ട് വാങ്ങിയിട്ട് കൊടുത്തിട്ടുള്ളൂ. ബാക്കി എല്ലാ തവണയും ST വിഭാഗത്തിന് ഫ്രീ ആയിട്ടും ജനറൽ വിഭാഗത്തിന് സബ്സിഡി നിരക്കിലുമാണ് നമ്മൾ കോഴീനെ കൊടുത്തിട്ടുള്ളത്. അതും ഇപ്പോൾ വർഷങ്ങളെ 600-700 പേർക്കാണ് ഓരോ വർഷവും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മുട്ടഗ്രാമം പദ്ധതി എന്ന രീതിയിലാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. പാലുൽപ്പന്നത്തിൻ്റെ മേഖലയിലായാലും നമ്മൾ ഏറെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ നെല്ലുൽപാദനം നമുക്ക് ഇപ്പം തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ളൊരു ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ട് നെല്ലുൽപാദനത്തിൽ കുറച്ചൊരു മാറ്റം കുറവ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും മറ്റ് കാർഷിക മേഖലയിൽ എല്ലാ ആളുകളും ഓരോ വീട്ടുമുറ്റത്തും കൃഷി എന്ന രീതിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിത്തായാലും വളമായാലും തൈ ആയാലും ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ളതും പഞ്ചായത്ത് തലത്തിലും നമ്മൾ അവർക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഏറ്റവും ഈ വർഷത്തെ പ്രധാനമായിട്ടുള്ള പദ്ധതി മുളക് ഗ്രാമം. മുളക് ഓരോ വീടിനും നിശ്ചിത തൈ നൽകിക്കൊണ്ട് മുളക് ഗ്രാമ പദ്ധതി. അതേപോലെ തന്നെ മുരിങ്ങ ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതിയും കൂടെയാണ്. ഞങ്ങൾ സംയുക്തമായിട്ടാണ് മുരിങ്ങ തൈ മാത്രമല്ല അതിനുശേഷം ബൾക്കായിട്ട് മുരിങ്ങ ഇല ശേഖരിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പദ്ധതിയും കൂടെ, അതിൻ്റെ പ്രോഡക്റ്റ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതും കൂടെ ഞങ്ങളെ പഞ്ചായത്തിൻ്റെ അതിൽ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. കാർഷിക മേഖല ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിലും പഞ്ചായത്ത് നല്ല രീതിയിൽ ഇടപെട്ട് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളുകളും കാർഷിക വികസന സമിതിയായിട്ട് സംയോജിച്ചുകൊണ്ട് എല്ലാ ആളുകളുടെ സപ്പോർട്ട് കൂടെ തന്നെയാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. മൃഗത്തിൻ്റെ ആക്രമണം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങളും ജൈവവേലി
എന്തായാലും നിൽക്കില്ല. ജൈവവേലി കുടുംബശ്രീ അല്ല തൊഴിലുറപ്പ് മുഖേന ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും നമുക്ക് ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് ഫെൻസിങ്ങോ മറ്റു രീതിയിലോ ബോറപ്പ് പോലെയുള്ള കാര്യങ്ങളോ അത് നിരന്തരം പ്രയോഗിക്കുന്നുണ്ട്. ആ രീതിയിലൊക്കെ നമ്മൾ സംരക്ഷണം പഞ്ചായത്ത് എന്ന നിലയിലും അവർക്ക് നൽകുന്നുണ്ട്. ഫെൻസിങ് ഞാൻ പറഞ്ഞു ഫോറസ്റ്റ് മേഖലയാണ് മുഴുവനും. ഫെൻസിങ്ങിന് പരിധി ഉള്ളതുകൊണ്ട് ഏറ്റവും പ്രശ്നമുള്ള മേഖലയിൽ ആണ് നമ്മൾ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. എല്ലാ വശത്തും ഉണ്ട് മൃഗശല്യം. അതുകൊണ്ട് തന്നെ കർഷകർക്ക് അവരുടെ പരമാവധി ചെയ്യുന്നത് ഞങ്ങൾ സന്തുഷ്ടരാണ്. ആ പ്രതിസന്ധി ഘട്ടത്തിലും അവർ തരണം ചെയ്ത് ഞങ്ങൾക്ക് കാർഷിക വിപണന മേളയിലൊക്കെ ഞങ്ങളുടെ പഞ്ചായത്തിലെ തന്നെ ഉൽപ്പന്നങ്ങൾ അവിടെ വിറ്റഴിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു ചാരിതാർത്ഥ്യം തന്നെയാണ്. അഭിനന്ദനങ്ങൾ മാം. അപ്പോൾ പിന്നെ നമുക്ക് പറയാനുള്ളത് ആരോഗ്യ മേഖലയിലാണ്. അപ്പോൾ ആരോഗ്യ മേഖലയിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്? ആരോഗ്യ മേഖലയിൽ നമ്മൾ അനുവർത്തിക്കുന്ന സാധാരണ ചെയ്തു വരുന്നതേ ഉള്ളൂ. എല്ലാ വർഷവും PHC മുഖാന്തരം ചെയ്യുന്നതും PHC മുഖാന്തരമാണ്. നമ്മൾ PHC എന്ന് പറയുന്നത് നമ്മൾ കയറുന്ന സമയത്ത് സൗകര്യങ്ങൾ കുറഞ്ഞ OP ഒന്നുമില്ലാത്ത ഇത് ഇപ്പം നമ്മൾ വന്നതിന് ശേഷം FSC ആക്കാൻ മാറ്റി എടുക്കാൻ നമുക്ക് ലാബ് അടക്കമുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ കിടത്തി ചികിത്സയ്ക്കുള്ള യൂണിറ്റും കൂടെ താഴെ സജ്ജീകരിച്ചു. ഇനി മുകളിലൊരു കെട്ടിടവും കൂടെ ഇപ്പം വരുന്നുണ്ട്. ആ കെട്ടിടവും കൂടെ പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ട് FSC ആയിട്ട് മാറ്റിയെടുക്കും. പിന്നെ നമുക്ക് 3 സബ് സെൻ്ററുകളുണ്ട്. സബ് സെൻ്ററിൽ ആഴ്ചയിലുള്ള ജാസ് മീറ്റിങ്ങിലൂടെ അവിടെയുള്ള ഓരോ വ്യക്തികൾക്കും എന്തൊക്കെ തരത്തിലുള്ള ഡിസീസാണുള്ളതെന്ന് വെച്ചാൽ അവരുടെ പ്രത്യേക ശ്രദ്ധ കൊടുത്തുകൊണ്ട് പരിപാലനത്തിന് ആശാവർക്കറും HI JPHN മുഖാന്തരം നമ്മൾ ചെയ്തു വരുന്നുണ്ട്. പിന്നീട് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി എന്തെല്ലാം പദ്ധതികളാണ് രൂപീകരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ പ്രോത്സാഹനങ്ങൾ ആയിട്ട് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ്? സ്ത്രീകൾക്കും കുട്ടികൾക്കും നമ്മൾ ഈ വർഷം വെച്ചിട്ടുള്ള പദ്ധതി ഫിറ്റ്നസ് സെൻ്ററാണ്. ഏറ്റവും പ്രയോജനപ്രദമായിട്ടുള്ള ഫിറ്റ്നസ് സെൻറ്റർ. പിന്നെ അവർക്ക് നിരന്തരം ഈ വർഷം മാത്രമല്ല തുടർച്ചയായിട്ട് വരുന്ന ഇപ്പം 3 വർഷം ഫസ്റ്റ് കയറിയ വർഷമേ നമ്മൾ ചെയ്യാത്തുള്ളൂ. അല്ലാണ്ട് അതിന് ശേഷം വരുന്ന 3 വർഷങ്ങളും തുടർച്ചയായിട്ട് വരുന്ന സംരംഭത്തിന് സപ്പോർട്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്തിൽ സംരംഭത്തിന് ഗണ്യമായ വർധന ഉണ്ടായിട്ടുണ്ട്. കുടുംബശ്രീ മേഖലയിലായാലും അല്ലാണ്ട് വ്യക്തി സംരംഭത്തിൻ്റെ കാര്യത്തിലായാലും ഗണ്യമായിട്ടുള്ള വർധന വന്നിട്ടുണ്ട്. അതിലൊരു ഭാഗമാകാൻ നമുക്കും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലായാൽ കുഞ്ഞുങ്ങൾക്ക് നമ്മളിപ്പോൾ നീന്തൽ പരിശീലനം ജനകീയമായിട്ടും പഞ്ചായത്ത് തലത്തിലും 2 രീതിയിലും ഞങ്ങൾ ഏർപ്പെടുത്തിയത്. അതുപോലെ തന്നെ ഫുട്ബോള്, വോളിബോള്, ഇതിപ്പോൾ ഫുട്ബോൾ അക്കാദമി എന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ പ്രവർത്തനം പോലെ കഴിഞ്ഞ വർഷം തുടങ്ങി. അത് ഈ വർഷവും തുടർന്നു പോകുന്നു. നിരന്തരം പരിശീലനം കൊടുത്തുകൊണ്ട് കായിക മേഖലയിലും നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ കുടുംബശ്രീ തലത്തിലുള്ള പ്രവർത്തനങ്ങളും നമ്മളും കൂടെ പങ്കാളികളായിക്കൊണ്ടാണ് ബാലസഭ, ബാലപഞ്ചായത്ത്, അത് നമ്മളും കൂടെ അടങ്ങിയതാണല്ലോ. അതിൽ കുട്ടികളെ ഇൻവോൾവ് ചെയ്യിക്കാൻ എല്ലാ വാർഡുകളിലും നമ്മളടക്കം ഇടപെട്ടുകൊണ്ട് കുട്ടികളെ എത്തി കുട്ടികളുടെ പ്രശ്നം നേരിട്ട് അറിഞ്ഞ് പരിഹരിക്കാൻ ശ്രമിക്കാറുണ്ട്. നമ്മൾ ടൂറിസം സാധ്യതകളും അതേപോലെ ടൂറിസം സാധ്യത ഒരുപാടുണ്ട്. പക്ഷെ നമ്മുടെ ഏറ്റവും ഭംഗിയാർന്ന സ്ഥലവും ഉണ്ട്. പക്ഷെ വനമേഖല ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ബുദ്ധിമുട്ട് നമുക്ക് നേരിടുന്നുണ്ട്. നമുക്ക് ഗതാഗത തടസ്സം ഉണ്ട്, വനത്തിൻ്റെ അനുമതിയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മേഖലയും ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കുന്ന എല്ലാ മേഖലയും വനത്തിനകത്തേക്കാണ്. കണ്ണവം കഴിഞ്ഞ് ഉള്ള വനമേഖലയിൽ എടുത്തു നോക്കി ആർക്കും വന്ന് ആസ്വദിക്കാൻ പറ്റുന്ന വെള്ളച്ചാട്ടങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ അത് വനമേഖല ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ട്. നമ്മുടെ മേഖലയിലാണെങ്കിൽ നമ്മൾ ചെയ്തേനെ. പക്ഷേ ഇപ്പം നമുക്ക് അതൊരു പരിമിതി
നിൽക്കുന്നുണ്ട്. ഞങ്ങൾ അത് വനസംരക്ഷണ സമിതിയിലൂടെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ആദ്യം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നീടാണ് പിന്നെ റേഞ്ച് ഓഫീസർ മുഖാന്തരം അത് വനസംരക്ഷണ സമിതിയിലൂടെ മാത്രമേ കൊടുക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതവർ അങ്ങോട്ട് മേലിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ഫോളോ അപ്പ് പ്രവർത്തനം പോലെ ഇപ്പോൾ തിരുവനന്തപുരം പോകുമ്പോൾ ഒന്ന് അന്വേഷിക്കാമെന്നും വിചാരിക്കുന്നുണ്ട്. നമ്മൾ ദുരന്ത നിവാരണം നമുക്കറിയാലോ, ഇപ്പോൾ ഫ്ലഡ് ആയാലും ഓരോന്നിങ്ങനെ പോയോണ്ടിരിക്കുക പ്രകൃതിക്ഷോഭങ്ങൾ. അപ്പോൾ ഇത്തരം അങ്ങനെ പ്രകൃതിക്ഷോഭങ്ങൾക്ക് സാധ്യതയുള്ള സ്ഥലങ്ങളാണോ, അല്ലെങ്കിൽ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അത് പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൻ്റെ ദുരന്ത നിവാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വന്നപ്പോൾ കോവിഡ് ആണെങ്കിലും അതിൻ്റെ ശേഷം 2022-ലും 2024-ലും 2 മേഖലയിലായിട്ട് ഉരുൾപൊട്ടലുണ്ടായ സ്ഥലമാണ് ഞങ്ങളെ. ഒന്ന് ഫസ്റ്റ് ചെക്കേരി മേഖല ദുരന്ത നിവാരണമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ RRT അംഗങ്ങളെയൊക്കെ സജ്ജീകരിച്ചൊക്കെ ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും പ്രകൃതിയെ തടഞ്ഞു നിർത്താൻ നമുക്കാവില്ലല്ലോ. ആ രീതിയിൽ 2 വർഷവും അപ്പോൾ അവിടെയും ജില്ലാ പഞ്ചായത്തിൻ്റെ പദ്ധതി ആയാലും ഇപ്പോൾ റോഡ് പോയിരുന്നു, പൈപ്പ് പോയിരുന്നു, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു മേഖലയായിരുന്നു. അപ്പോൾ അവിടെ ഇപ്പോൾ നിലവിൽ അവർക്ക് കുടിവെള്ള സാധ്യത ആയിരുന്നു നഷ്ടപ്പെട്ടിരുന്നത്. 2022-ലുള്ള ആളുകൾക്ക് അവർക്ക് പ്രോജക്റ്റ് വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ കുടിവെള്ള പദ്ധതി ജലജീവൻ്റെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. എങ്കിൽ പോലും അവർക്ക് സ്ഥായിയായിട്ടുള്ള ഇപ്പോൾ നിലവിൽ 2024 പൈപ്പ് വർക്കേ നടക്കുകയുള്ളൂ ജലജീവൻ്റെത്. അതുകൊണ്ട് തന്നെ നമ്മളത് പദ്ധതി ഇട്ടുകൊണ്ട് തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെയുള്ള റോഡ് വർക്ക് ഒക്കെ ജില്ലാ പഞ്ചായത്തിൻ്റെയും കൂടെ സഹായത്തോടെ വലിയൊരു കൾവേർട്ട് തന്നെ അവർ റോഡില്ലായിരുന്നു, റോഡും നടപ്പാലും ഒന്നും മനസ്സിലാവാത്ത രീതിയിലുണ്ടായിരുന്നു. അപ്പോൾ അത് ആ കൾവേർട്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്തോടെ ഇപ്പോൾ അപ്രോച്ച് റോഡ് ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ ഫണ്ട് വെച്ചിട്ട് ഇപ്പോൾ ചെയ്തിട്ട് വരുന്നു. ഇപ്പോൾ 2024 ഞങ്ങൾക്ക് പെരുവ മേഖല രണ്ടും 2 മേഖലയാണ്. പെരുവ മേഖലയിലും ഇപ്പോൾ ഈ രീതിയിലുള്ള ഉരുൾപൊട്ടൽ, അതും 3 ഭാഗത്തായിട്ടാണ് ഉണ്ടായത്. 3 ഭാഗം മീൻസ് പെരുവ പ്രദേശത്ത് തന്നെ 3 ഭാഗങ്ങളിലായിട്ട്. അപ്പോൾ ആ 3 ഭാഗത്തുള്ള ആളുകളും കൃഷിനാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിനാശം ഈ കഴിഞ്ഞ മുന്നേ ഉണ്ടായവർക്കും കൃഷിനാശം സംഭവിച്ചതിൻ്റെ ഇപ്പം അവർക്കൊക്കെ ഫണ്ട് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇപ്പോഴത്തെ അവരെല്ലാം അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്, അവരൊന്നും ആയിട്ടില്ല. അപ്പോൾ 3 മേഖലയിലായിട്ട് കൃഷി മാത്രമല്ല അവരുടെ പാർപ്പിടം 3 പേർക്ക് പാർപ്പിടം നഷ്ടപ്പെട്ടിട്ടുണ്ട്. വെള്ളം കയറി വീടുകളിൽ വല്ലാത്തൊരു പ്രതിസന്ധി നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിപ്പോൾ MLA-ൻ്റെ അടക്കം മറ്റ് സംഘടനകളുടെ ഒക്കെ സപ്പോർട്ടോടുകൂടി അവർക്ക് എല്ലാം പരിഹരിക്കാൻ സാധിക്കില്ല എങ്കിലും ഒരു പരിധിവരെ നമ്മൾ സഹായം എത്തിച്ചിട്ടുണ്ട്. അവർക്ക് ഇപ്പം വീടില്ലാത്ത വെള്ളം കയറിയിട്ടുള്ള ഒരാൾക്ക് വീട് ഇല്ലാതെന്നല്ല, വീട് മൊത്തം മണ്ണൊലിച്ചു പോയി, വീടൊരു വിള്ളലിലാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവർക്ക് ഇപ്പോൾ ലൈഫിലേക്ക് ഉൾപ്പെടുത്താൻ നമുക്കായിട്ട് സാധിക്കില്ലല്ലോ. അതിന് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഉണ്ടാവുന്നിരിക്കുന്നു. ഞങ്ങളുടെ സ്ഥലം തന്നെ കൊടുക്കാൻ, ഞങ്ങൾക്ക് പഞ്ചായത്തിൻ്റെ കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ ആ സ്ഥലം തന്നെ കൊടുത്തുകൊണ്ട് അവരെ സംരക്ഷിച്ച് കൊണ്ടുപോകാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. RRT അംഗങ്ങളുടെ സജീവമായിട്ട് RRT അംഗങ്ങളുടെ സജീവ പ്രവർത്തനം കൊണ്ടാണ് ഈ പ്രതിസന്ധി ഘട്ടം ഞങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്? മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ഫസ്റ്റ് ബോട്ടിൽ ബൂത്ത് ഉണ്ടാക്കിയ പഞ്ചായത്താണ്. ഞങ്ങളുടെ കാലഘട്ടത്തിലല്ല എങ്കിൽ പോലും അത് ഏറെ അഭിമാനിക്കാവുന്നൊരു കാര്യം തന്നെയാണ് ബോട്ടിൽ ബൂത്ത്. അത് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ. അതേപോലെ തന്നെ ഇപ്പം ബോട്ടിൽ ബൂത്തുകൾ ഗണ്യമായി വർദ്ധിപ്പിച്ചുകൊണ്ട് മിനി MCFകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് മിനി MCFകൾ ഇപ്പോൾ എല്ലാ വാർഡിലും 2 എന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. ബോട്ടിൽ ബൂത്തുകൾ എല്ലാ വാർഡിലും ഉണ്ട്. അപ്പം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഇപ്പം ചെറിയ മിനി ബൂത്തും കൊണ്ടുവന്നിട്ടുണ്ട്, MCF ഉണ്ട്. എല്ലാ രീതിയിലും ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ 100%-ത്തിലെത്താൻ 99%, 100%. അത് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായെങ്കിൽ പോലും വീട് കയറുക എന്നുള്ളത് 100% അവർ പാലിക്കുന്നുണ്ടെന്നുള്ള എല്ലാ റിവ്യൂവിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നല്ല രീതിയിൽ അവർ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ യൂസർ ഫീ കളക്ഷൻ്റെ കാര്യത്തിലായാലും മെച്ചപ്പെട്ട വേതനം തന്നെ അവർക്ക്
കിട്ടുന്നുണ്ട്. ഭാവിയിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇനി പെൻഡിങ്ങിൽ നമുക്ക് നിൽക്കുമല്ലോ, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് രണ്ടു വാക്ക് പറയാം. നമുക്കിപ്പോൾ ഭാവിയിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ പഞ്ചായത്തിൽ ഏറ്റവും നമുക്ക് പ്രതിസന്ധിയായിട്ടുണ്ടായിരുന്നായിരുന്നു പെരുവ കടൽക്കണ്ടം പാലം. അത് ഈ കഴിഞ്ഞ തവണ MLA ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് നിർമ്മിക്കാൻ സാധിച്ച അപ്രോച്ച് റോഡ് അടക്കം അതൊരു വലിയൊരു നേട്ടത്തിന് അത്രയും ജനങ്ങളെ ബന്ധിപ്പിക്കുന്ന ടൗണുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പാലമായിരുന്നു. അത് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ ശ്മശാനം ഇല്ലായിരുന്നു. ശ്മശാനവും ഇപ്പം ഫർണസ് കഴിഞ്ഞ് ഇനിയിപ്പോൾ വെള്ളത്തിൻ്റെ സംവിധാനം കൂടി ആയിക്കഴിഞ്ഞാൽ ഫർണസിലേക്കുള്ള വെള്ളവും പുറത്തേക്കുള്ള വെള്ളത്തിൻ്റെ വയറിങ് കംപ്ലീറ്റ് ആയിട്ടില്ല, കുറച്ചും കൂടെ ഉണ്ട്. ആ ഒരു പ്രവൃത്തിയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ശ്മശാനവും പൂർത്തിയാവും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെതും അത് ഏറ്റെടുത്ത ആൾ മരണപ്പെട്ടു പോയി. അതിപ്പം ടെൻഡർ അവർ തന്നെയാണ്, കിറ്റ്കോൻ്റെ അവർ തന്നെയാണ്. അപ്പോൾ അവർ മാറ്റി കൊടുത്തു. ഇപ്പം അവർ വന്ന് നോക്കിയിട്ടുണ്ട്, അതും പൂർത്തിയാവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. മറ്റ് കായിക പരിശീലനവും കൂടെ നടത്താനും, പരിശീലനമല്ല അവർക്ക് പരിശീലിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു ഇൻഡോർ സ്റ്റേഡിയമാണ് ഇപ്പോൾ വരുന്നത്. പിന്നൊരു സ്വപ്നം തന്നെയായിരുന്നു നമുക്ക് ടൗൺ സൗന്ദര്യവൽക്കരണം. അതും ഈ വർഷം നമുക്ക് സാധ്യമായി പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സുസ്ഥിര വികസനം എപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ലക്ഷ്യം. ആ രീതിയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ടിപ്പം പറയാനുള്ള ടൂറിസം മേഖലയായിട്ട് ഒരുപാട് സാധ്യതയുള്ളതായിരുന്നു. പക്ഷെ അതൊരു സ്വപ്നമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അത് അനുമതി കിട്ടിയ ഏറെ സന്തോഷം. തുടർ പ്രവർത്തനം ഒന്നുമല്ല, ഞങ്ങൾ ഏറ്റെടുത്ത് തീർച്ചയായിട്ടും ചെയ്യും. അതിനിപ്പം ഞങ്ങൾക്ക് അത്രയേ കാലാവധിയുള്ളൂ. എങ്കിൽ പോലും വരുന്നവരെ കൊണ്ടും ചെയ്യിക്കാൻ നമ്മളിവിടെ ചെയ്തു വെച്ച് വരുന്നവർക്ക് എളുപ്പമായല്ലോ. ആ രീതിയിൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള വാട്ടർഫോൾസിന് 2-3 ഇടങ്ങളിലുണ്ട് ആ ഒരു ഭാഗത്ത് തന്നെ. അപ്പോൾ അതുമാത്രമല്ല, മൃഗങ്ങൾ, പല രീതിയിലുള്ള മാനുകൾ ഒക്കെ കാണാൻ വനമേഖലയായതുകൊണ്ട് വനത്തിൻ്റെ ഭംഗി തന്നെ. 2-3 സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടന്ന സ്ഥലമാണ്. അപ്പോൾ അത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. കാവും അമ്പലവും ഒക്കെ ആയിട്ടുള്ള ഭംഗിയുള്ള ഫോറസ്റ്റ് മേഖലയാണ്. തീർച്ചയായിട്ടും കിട്ടും എന്ന് വിചാരിക്കുന്നു. അതാണ് ഒരു സ്വപ്നം ആയിട്ട് കാണുന്നത്. ഇനി നല്ല നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഇത്ര നേരം നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചതിന് നന്ദി. ഓക്കെ. തദ്ദേശകം അവസാനിക്കുന്നു. അടുത്തയാഴ്ച ഇതേ സമയം വീണ്ടും.